So guys, welcome back to the yet another video of Rendu Bhagya Vlogs. ഇന്ന് നമ്മുടെ സേവനവാരം അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മുടെ പഴയ വീട്ടിലേക്ക് വന്നതാണ്. അവിടെ കുറച്ച് കാടും വെള്ളമൊക്കെ കയറി കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി റെന്റിന് കൊടുത്താണ്. പക്ഷെ അവിടെ കുറച്ച് കാട് പിടിച്ചതിനോട് നമ്മൾ കുറച്ച് വൃത്തിയാക്കി നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടാത്തോണ്ട് പകുതി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മളെ മേലത്തെ വീട്ടില് പ്രായ ആൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പേട്ടന് വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് പോയിട്ടുണ്ടായി. പിന്നെ തിരിച്ചു വന്നു. ഇത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ബാക്കി ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു. സോ ഗൈസ്, അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. എൻ്റെ എല്ലാ ഭാര്യയുടെ അമ്മയുടെ ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതി. അപ്പൊ നമുക്ക് വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല. ഞാൻ ഇല്ലാത്തതുകൊണ്ട് വെക്കും പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മളേതായാലും ഈ സൺഡേ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് നാളെ നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ സർപ്രൈസ് ഒന്നുമില്ല, ചെറിയൊരു സാധനം അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇന്നത്തെ ദിവസം ഓൾറെഡി കുറച്ച് ബിസി ഡേ ആയിരുന്നു. രാവിലെ കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയിട്ടുള്ള വിരുന്നിൻ്റെ ഒക്കെ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതിൽ നമ്മൾ തൃശ്ശൂര് എന്തായിരുന്നു, പെരിന്തൽമണ്ണ, തൃശ്ശൂരിൽ നമ്മൾ എവിടെയായിരുന്നു പോയത്, പുള്ള് മഞ്ജു വാര്യറെ ഒരു വീട് വരുന്നേക്കാർ ലൊക്കേഷനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമൊക്കെയാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, എന്നിട്ട് തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് മീൻസ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം മേടിക്കാനുണ്ട്. ഇന്ന് ഓൾറെഡി നമുക്ക് പഴയ വീടിൻ്റെ അവിടെ പോയി കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഓൾറെഡി ലേറ്റ്. അപ്പോൾ ഓൾറെഡി ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹൈലൈറ്റിലേക്ക് പോകാം, സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നാളെ ബാക്കി വ്ളോഗ് അതിൻ്റെ തുടർച്ചയുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പം നിങ്ങൾ എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നേരെ നമ്മൾ പോയത് ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. അവിടെ പോയപ്പോഴോ നീണ്ട ക്യൂ, പാർക്കിങ്ങിലേക്കുള്ള ക്യൂ ആണേ. ഹൈലൈറ്റ് വരെ നമുക്ക് എത്താൻ 5 മിനിറ്റ് 6 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഹൈലൈറ്റിന്റെ അകത്തേക്ക് കയറാൻ ഒരു 1/2 മണിക്കൂർ തിരക്കാണ്. മീൻസ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇനി അകത്ത് കയറി അറിയാം. എന്തായാലും അകത്ത് കയറിയിട്ട് ഫസ്റ്റ് നമുക്ക് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് നോക്കണം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം, എന്നിട്ട് വേറെ എന്തൊക്കെ വീട്ടിലേക്കുള്ള ഷോപ്പിംഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ അകത്തെത്തിയപ്പോ ഈ കുട്ടീന്റെ കാലിൽ തിളങ്ങുന്ന ഷൂ കണ്ടപ്പോ മേടിച്ചു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിലേക്കായിരുന്നു. അവിടുന്ന് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങൾ തപ്പി. അവസാനം ഒരു സാധനം ഫിക്സ് ആയി, നമ്മളത് മേടിച്ചു. പിന്നെ എനിക്കൊരു ഷർട്ടും പാൻറ്റും എടുക്കാൻ വേണ്ടി പോയി 1.5 മണിക്കൂർ നമ്മൾ സക്സസ്ഫുള്ളി വേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് നമ്മൾ പിസ്താഷ്യോ, കഴിഞ്ഞ തവണ നമ്മൾ പിസ്താഷ്യോ കഴിക്കാൻ വേണ്ടി കിട്ടിയില്ല. ആ ഒരു സങ്കടം ഇപ്പം നമ്മൾ തീർത്തു. അത് മേടിച്ചിട്ട് അമ്മയ്ക്ക് അവിടേക്ക് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് കേക്കിന് വരെ ഇത് കട്ട് ചെയ്യാൻ കൊടുക്കാന്ന് വിചാരിച്ചു. ഓൾറെഡി ബർത്ത്ഡേ കഴിഞ്ഞാണ്. ഈ ഒരു എക്സ്പ്രഷൻ ലേറ്റ് ആയതിൻ്റെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു തിരക്കുണ്ട്, ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിലൊക്കെ അത്യാവശ്യം ടൈം ആയതുകൊണ്ട് എല്ലാവരും കിട്ടുന്ന ഫുഡ് വാങ്ങി കഴിക്കാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു എല്ലാ ഓപ്പൺ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിലും. അപ്പൊ നമ്മൾ തൽക്കാലം നമ്മൾ ഡൊമിനോസിന്ന് പിസ്സ മേടിച്ചിട്ട് അതിന്റെ കൂടെ ഒരു പ്ലാറ്റർ, ചിക്കന്റെ പ്ലാറ്ററും പിന്നെ 2 പിസ്സയും ഒരു ഗാർലിക് ബ്രെഡും വരുന്ന ഒരു കോംബോയും കൂടെ ചേർത്തിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്ലാറ്റർ സെപ്പറേറ്റും ഈ കോംബോ സെപ്പറേറ്റ് ആയിരുന്നു. ചിക്കന്റെ പ്ലാറ്റർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഡൊമിനോസ് പിസ്സ അത്ര ഇഷ്ടമല്ല. അവിടെ പിന്നെ വന്ന ഓപ്ഷൻസിൽ ഭാഗ്യമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മേടിച്ചാണ്. അതിന്റെ ബേസ് ഒക്കെ ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സോസും ഇല്ലായിരുന്നു. ഗാർലിക് ബ്രെഡ് നോക്കി തിന്നാൻ വന്ന ആ ഒരു ഡിപ്പ് മാത്രം കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മള് ഡ്രൈ പിസ്സ കഴിക്കാൻ വേണ്ടിട്ട് കൂടെ നമ്മൾ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവസാനം അവള് ഒരു ഓറഞ്ചും ഞാനൊരു പൊമോഗ്രാനൈറ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ജ്യൂസൊക്കെ കുടിച്ചു. ആ പിസ്സ നമ്മൾ എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു. അപ്പത്തേക്ക് നല്ല രീതിയിൽ 2 പേരും അത്യാവശ്യം ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 പേരും ഫുഡൊക്കെ കഴിച്ചു. അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് മേടിച്ചു. സക്സസ്ഫുള്ളി 1.5 മണിക്കൂർ ഷോപ്പിംഗ് എന്ന പേരിൽ എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. ഷോപ്പിംഗ് എന്ന പേരിൽ വേസ്റ്റും ചെയ്ത് പിന്നെ വീട്ടിൽ പോയി. മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ്. വെൽക്കം പറയണ്ടല്ലോ, നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോന്റെ ബാക്കിയാണ്. നമ്മൾ 1-2 പർച്ചേസ് ചെയ്തു. പിന്നെ ഹൈലൈറ്റിൽ ഒന്ന് പോകാനുണ്ടായി, പിന്നെ പഴയ വീട്ടിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ച് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഭാഗ്യയുടെ വീട്ടിലേക്കാണ്. പോകാൻ പോകുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ മദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ 7th. അപ്പം അതിൻ്റെ സെലിബ്രേഷൻ കൂടെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളോട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അമ്മയും അച്ഛനൊക്കെ റെഡി ആവുകയാണ്. അപ്പം എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ കുടുംബസമേതമാണ് പോകുന്നത്. ഇന്ന് അവിടെ പോയി മുടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം. സോ
വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ, ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും, എന്തായാലും മിസ് ഔട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബാജിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മുട്ട ബോയിൽ ചെയ്തതുണ്ടായിരുന്നു. പാല് പിന്നെ ഭാഗ്യം കുടിക്കാത്തോണ്ട് ഞാൻ കുടിക്കും. പിന്നെ നമ്മള് രണ്ടുപേരും, പിന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയും, നമ്മള് 5 പേരും കൂടിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഡിക്കിലാക്കി എല്ലാവരും കാറിൽ സീറ്റഡ് ആയി. അങ്ങനെ പിന്നെ അച്ഛമ്മ ഒരുത്തിയിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു. എന്താന്നറിയില്ല, ആള് കാറിൽ കയറിയ ചിലപ്പോ പുറത്തെ കാഴ്ചകളൊക്കെ വേണ്ട അഭിപ്രായമൊക്കെ പറയും. മറ്റേ ബൈപ്പാസിന്റെ സൈഡിലുള്ള ആ ഒരു ബാരിക്കേഡ് കണ്ടിട്ട് ചുറ്റുമതിൽ കൊള്ളാന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്ന സമയത്ത് മഴയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മഴക്കാറ് വരുന്നുണ്ടെന്ന് ഭാഗ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തുന്ന വരെ. ചെറിയ രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ എത്താനായി. എത്തുന്ന സമയത്ത് തന്നെ അച്ഛൻ അവിടെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വരവും പ്രതീക്ഷ. അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ രണ്ടുപേരെ വരാറ്. അതിന്റെ മുന്നേ ഫസ്റ്റ് ടൈം വന്നത് നമ്മള് കല്യാണത്തിന് വേണ്ടിയാണല്ലോ ആ പരിപാടിക്കൊക്കെയാണ്. പിന്നെ അവര് 3 പേരും അവിടെ ഇരുന്നു അപരിചിതരെ പോലെ. പിന്നെ നമ്മളെ രണ്ടുപേരും ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് പിന്നെ അവര് നേരെ ഉള്ളിലേക്ക് കയറി അച്ഛനായിട്ട് സെറ്റായി. പിന്നെ നമ്മളെ കൂടാതെ വേറെ അതിഥികൾ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടില്. വേറെ ആരുമല്ല, നിഖിൽ ബ്രോയും നിഖിൽ ബ്രോയുടെ വൈഫും ആയിരുന്നു. എൻ്റെ കസിൻ ബ്രദറാണ്. അവരെ വിരുന്ന് വിളിച്ചതാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു അവരുടെ കല്യാണം. അപ്പൊ അവരും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അന്ന് വീട്ടില്. പിന്നെ ചെന്ന പാടെ തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു പൾപ്പ് വെച്ചിട്ടുള്ള ഡ്രിങ്കും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കയറി ഇവിടെ തന്നെ കഴിക്കാൻ തന്നിട്ടായിരുന്നു. ഈ ഒരു സൽക്കാരം അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടുള്ളതാണ്. പിന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചൊരു വൈബിലിരിക്കായിരുന്നു. പിന്നെ അവർക്ക് ആൽബം നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് അമ്മേന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ മിഠായിക്ക് എല്ലാവർക്കും കൊടുത്തു. അതൊരു പ്രത്യേക ടൈപ്പ് മിഠായി ആയിരുന്നു. അതിന്റെ ഉള്ളിൽ എന്തോ കാരക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മിഠായി, അറേബ്യൻ എന്തോ ഒരു മിഠായി ആയിരുന്നു. മായ അടിച്ചു നോക്കിട്ട് എന്തോ എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം അതിന്റെ ഉള്ളില് ഡേറ്റ്സ് ആയിരുന്നു. മധുരമില്ലാത്ത പായസം പോലെ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഫസ്റ്റത്തെ റൗണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വിഭവസമൃദ്ധമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിട്ട് കുശാലായിരുന്നു. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്യാവശ്യം ചെയറും കസാരയും സ്റ്റൂളും എല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ചിട്ടാ 10 പേര് ഇരുന്നിട്ട് ഫുഡ് കഴിച്ചത്. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാവാൻ കാരണം ഞങ്ങൾ മാത്രമല്ല, വിരുന്നുകാരും കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയതായിരുന്നു അമ്മ. അതെ, അപ്പൊ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടാണ് അമ്മ അതൊക്കെ ഉണ്ടാക്കിയത്. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ. വീട്ടിലേക്ക് ആരും വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത വിഭവങ്ങൾ ഉണ്ടാവില്ല. അതേ ഇരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്നലെ കട്ട് ചെയ്ത പ്ലം കേക്ക് ആണ് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ പ്ലം കേക്ക് കട്ട് ചെയ്തതിന്റെ പീസ് എല്ലാവർക്കും കൊടുത്തു. അച്ഛമ്മ അതില് ചെറിയ പീസ് നോക്കി എടുക്കാൻ പറഞ്ഞിട്ട് വലിയ പീസ് എടുത്തു തോന്നുന്നു. കണ്ണട വെച്ച് ആൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. ആൾക്ക് അതൊക്കെ ഇഷ്ടമാന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാനും അതിന്ന് ഒരു ചെറിയ പീസ് കേക്ക് എടുത്തു. അങ്ങനെ എല്ലാവരും കേക്കിന്റെ കഷ്ണം കഴിച്ചു. പിന്നെ നമ്മള് പിസ്താഷ്യോ ആ ഒരു സാധനം നമ്മൾ അവിടുന്ന് സെയിൻ ലബാനിന്ന് മേടിച്ച ആ ഒരു സാധനം, ആശിച്ച് മോഹിച്ച് മേടിച്ച സാധനം കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. സംഭവം അവിടെ ആരും കഴിച്ചിട്ടില്ല. സൈൻലബാനത്തെ ഒരു സംഭവം ഭാഗ്യ സീക്രട്ട് ആയിട്ട് ചെവി പറഞ്ഞത് ആ ഒരു ചുരിദാർ ഇപ്പൊ കൊടുക്കില്ലേ അമ്മ ചോദിച്ചപ്പോ അത് സർപ്രൈസ് ആണ് ചെവിട്ട് പറഞ്ഞതാ. പിന്നെ അങ്ങനെ അമ്മ അത് കട്ട് ചെയ്യാൻ ഒരു ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല. അപ്പൊ ഫസ്റ്റ് പിസ്റ്റന്റെ ഭാഗം കോരി എടുത്തപ്പോ അടീന്നേ കോരി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അടീന്നേ കോരി എടുത്ത് അച്ഛന് ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷുഗർ ഉണ്ടോ അയാൾ 100 വട്ടം ചോദിച്ചു അതിന്റെ അകത്ത് ആഡഡ് ഷുഗർ ഉണ്ടോന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഓരോ സ്പൂൺ വെച്ച് കഴിച്ചു. പിന്നെ 1-2 സ്പൂൺ നമ്മൾ എക്സ്ട്രാ കഴിച്ചു തന്നപ്പോഴത്തേക്ക് എന്നെ പിസ്താഷ്യോന്റെ കേക്കിന്റെ അടുത്ത് തീരുമാനമായി. പിന്നെ അച്ചമ്മയ്ക്ക് കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തണുത്ത സാധനം അധികം കഴിക്കാത്ത ആളാണ്. പിന്നെ അച്ചമ്മ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവസാനം ഭരത്തിനെ വിട്ടുപോയിട്ട് പിന്നെ അവന് സെപ്പറേറ്റ് കൊടുക്കാനുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്ക് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിന്റെ ഇടയിൽ കൂടെ ഭരത്ത് വന്നിട്ട് എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിട്ടു. പിന്നെ ഇവര് രണ്ടുപേരും അടയും ചക്കരയും മേലും ഒട്ടും അതിന്റെ ഇടയിൽ ഭരത്ത് ഒരു ഇത്തിരി കണ്ണി വില പിടിച്ചേറ്റാൻ വേണ്ടി പിന്നെ അവനും കൊടുത്തു വരും. അവന് പൊസസീവ്നെസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും ഇല്ല അല്ലേ എന്നുള്ള ഭാഗത്തിൽ നിന്നു. അമ്മയ്ക്ക് ഞാൻ ചുരിദാറാണ് വാങ്ങിയിട്ടുണ്ടായത്. അമ്മയ്ക്ക് ഇല്ലാത്ത കളർ നോക്കി വാങ്ങാൻ ശ്രമിച്ചതായിരുന്നു ഞാൻ. ആരും വിഷമിക്കേണ്ട, അടുത്ത പിറന്നാൾ അച്ഛന് നമുക്ക് ഷർട്ട് മേടിച്ചു കൊടുക്കാം. ഇതിന്റെ അടിയിൽ ഇനി മെയിൻ ആയിട്ട് കമന്റ് അതായിരിക്കും, അച്ഛൻ പാവം അച്ഛനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ തവണ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തപ്പോ അതാണ് ഉണ്ടായത് എന്റെ അമ്മയ്ക്ക്. അപ്പം
അങ്ങനെ നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഓൾറെഡി അവര് വീട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ അടുത്തുണ്ടായിരുന്ന കലീസ് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്. പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് കയറി. അവിടുന്ന് പിന്നെ ഭരത്തും നിഖിലും കൂടെ അവിടുന്ന് ഫ്രൂട്ടിന്റെ ഒരു ഡ്രിങ്ക്, ഗ്യാസ് കയറ്റിയൊരു ഡ്രിങ്ക് എടുത്തു. ഞാനാണെങ്കിൽ കുറച്ച് ഡേറ്റ്സ് മേടിച്ചു വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ കൂടെ നാവില് വെച്ചാല് നമ്മളെ ബ്രീത്ത് ഒക്കെ കുറച്ച് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മേടിച്ചു. ഒരു കാൻഡി പോലത്തെ ഒരു സാധനം. അവർക്കാർക്കും ഇഷ്ടമായില്ല. നാവില് വെച്ചാൽ ഇങ്ങനെ ഒരു തണുപ്പ് പോലെ ഷെറിങ്കാന്നുള്ള ഒരു ഫീല് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ അവളോട് ചവള് പറഞ്ഞു അവർക്ക് ഇഷ്ടമായിട്ടില്ല അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ എടുത്ത് ഞാൻ എന്റെ നാവിൽ വെച്ച സമയത്ത് നമ്മൾ ഈ മെന്റോസ് ഒക്കെ വായിലിട്ടാ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫീൽ ഉണ്ടല്ലോ, ഒരു തണുത്ത ഒരു ശ്വാസം എന്ന് പറഞ്ഞ ആ ഒരു ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുന്ന് അമ്മ എന്തോ കാര്യമായിട്ട് പത്രത്തിൽ കണ്ടിട്ട് അവളെ വിളിച്ച് ആ ഒരു പത്രത്തിന്റെ അകത്തുള്ള ന്യൂസ് കാണിക്കുന്ന ഒരു സീനാണത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു സാധനം അച്ഛന് വായിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെ എന്ത് ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അച്ഛന്റെ സൈഡിൽ നിന്നുണ്ടായി, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു ഇതെന്താ സാധനം, ഇതൊന്നും തിന്നാൻ പാടില്ല. അങ്ങനെ ഭരത്താണെങ്കിൽ കയ്യിലിരിക്കുന്ന ബിയറാന്നും പറഞ്ഞിട്ട് അമ്മേനെ കുറെ നേരം പറ്റിച്ചു. അമ്മ പറഞ്ഞു അതൊന്നും കുടിക്കാൻ പാടില്ല എന്നുണ്ട് അമ്മ കുറെ ഉപദേശിച്ചു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിക്ക് കയറാൻ സമയമായെന്നുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഡ്യൂട്ടി. അപ്പൊ അവരെ നേരത്തെ നമ്മള് കഴിപ്പിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അവരെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞു. പിന്നെ നമ്മൾ യൂട്യൂബില് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി, നമ്മളെല്ലാരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ കണ്ടു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്നു. അമ്മ വീട്ടിൽ ഓൾറെഡി മീൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോറും മീൻകറിയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മമ്പയറും അതെ, ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ബിരിയാണിയും ചിക്കൻ 65 സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം അച്ഛന് നമുക്ക് ആൽബം കാണിച്ചു കൊടുക്കായിരുന്നു. അത് ഇൻസ്പയർഡ് ആയിട്ട്, അതെ, ഞാൻ LLBക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞോണ്ടിരുന്നു. അതിനുശേഷം ഇവിടെ പൂരം തള്ളൊന്നുമല്ല, ഞാൻ അമ്മയ്ക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ പറയാം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ മെയിനാവിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ ഒരു സമയം, പിന്നെ നമുക്ക് പായസം കുടിക്കാനുള്ള സമയപ്പം അവൾ എനിക്കൊരു ഗ്ലാസ് പായസം തന്നു. നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് ആ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പിന്നെ ഇറങ്ങാൻ നേരത്ത് നമുക്ക് അമ്മ കട്ടൻ ചായ തന്നു. ലെമൺ ടീ ആയിരുന്നു അതില്. അതെ, അങ്ങനെ ലെമൺ ടീ കുടിച്ചിട്ട് പിന്നെ ഇറങ്ങാൻ നേരത്തുള്ള ആ ഒരു രംഗങ്ങൾ അറിയാലോ, സ്ഥിരം നമ്മളെ വ്യൂവേഴ്സ് കാണുന്നതാണ്. ഇറങ്ങാൻ നേരത്ത് അമ്മേനെ കെട്ടിപ്പിടിച്ചൊരു സ്നേഹപ്രകടനം അത് ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അതിങ്ങനെ നോക്കിയിരിക്കുക, ഇനി ഇവർ രണ്ടുപേരും കൂടെ എങ്ങാനും ഇനി അമ്മേനെ തള്ളിയിടുമോ, ഹോസ്പിറ്റലിലോ കൊണ്ടുപോകേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അച്ഛന് കെട്ടിപ്പിടുത്തും ഉമ്മയൊന്നും കൊടുക്കാത്തതിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹഗ്ഗൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ നമുക്ക് 1-2 സ്ഥലത്തൂടെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി. പിന്നെ നമ്മൾ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാനിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. രാത്രി വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഉണ്ടാക്കിയ പൂരിയും ബാജിയൊക്കെ കഴിച്ചു ഫില്ലായി. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.